نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون ഏറെ ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. മനുഷ്യ ജീവിതത്തെ പ്രധാനമായും രണ്ട് അവസ്ഥകളായിക്കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഒന്ന് സന്തോഷത്തിൻ്റെ അവസ്ഥ, മറ്റൊന്ന് ദുഃഖത്തിൻ്റെ അവസ്ഥ. ഈ രണ്ട് അവസ്ഥയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി അടുത്ത് ബന്ധമുണ്ട്. നമ്മളിലുണ്ടാകുന്ന ക്ഷാമവും ക്ഷേമവും, അതിൽ സന്തോഷമുണ്ടാവും, ദുഃഖമുണ്ടാവും. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഐശ്വര്യവും ദാരിദ്ര്യവും, അതുപോലെ തന്നെ അസുഖവും സുഖവും, ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളുമായി നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനും ദുഃഖത്തിനും പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിൽപ്പെട്ട ചില ആളുകൾക്ക് അല്ലാഹു നല്ല വീടും നല്ല വാഹനവും നല്ല സമ്പത്തും നല്ല സൗകര്യങ്ങളും നല്ല ആരോഗ്യവും എല്ലാം, നല്ല മക്കളും നല്ല ഭാര്യയും നല്ല ഭർത്താവും എല്ലാം നൽകി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യം നൽകി ഒരു ലക്ഷറി ലൈഫ് നയിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത് പടച്ചവൻ എന്നോട് പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് നൽകിയത് എന്ന ഒരു മിഥ്യാധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു നൽകിയിരിക്കുന്ന ഈ ഹൈറ്, ആ ഹൈറ് അയാൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് അവിടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. മറ്റൊന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് വിരുദ്ധമായി എല്ലാ പ്രയാസങ്ങളും, ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. മാരകമായ മാരാരോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ,
നല്ല ഒരു വീട് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ചില സഹോദരന്മാർ, സഹോദരികൾ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രന്മാരായ പാവങ്ങളായിട്ടുള്ള ആളുകൾ, അവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അവരെന്താണ് വിചാരിക്കേണ്ടത്? അവർ വിചാരിക്കേണ്ടത് അള്ളാഹുവിന് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ ദുനിയാവിൽ എന്നും പ്രയാസവും രോഗവും ബുദ്ധിമുട്ടും എടങ്ങേറുമായി കൊണ്ട് ഞാൻ ജീവിക്കേണ്ടത് എന്നുമല്ല അയാൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം വിശ്വാസികൾ ജീവിക്കേണ്ടത് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് നമുക്കൊക്കെ അറിയാം. ജീവിതത്തിന്റെ ഈ രണ്ട് അവസ്ഥകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കൊണ്ടാണ്. അജബൽ ലിഅംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ അസാബതു സർറാ ശക്കറ, ജീവിതത്തിൽ അവന് സന്തോഷം നൽകുന്ന വല്ലതും അയാൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ പടച്ച തമ്പുരാന് ആ മനുഷ്യൻ ശുക്ർ ചെയ്യും. ഇഷ്ടംപോലെ പണം നൽകിയിട്ടുണ്ട്, നല്ല ആരോഗ്യം നൽകിയിട്ടുണ്ട്, നല്ല സമ്പത്ത് നൽകിയിട്ടുണ്ട്, മറ്റു വരുമാന മാർഗങ്ങളുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ലക്ഷറി ലൈഫാണ് അയാളുടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാളുടെ പ്രതികരണം എന്തായിരിക്കണം? ശക്കറ, ഇത് റബ്ബ് എനിക്ക് കനിഞ്ഞ് നൽകിയിരിക്കുന്നതാണ്, അതുകൊണ്ട് ആ റബ്ബിനോട് ഞാൻ ശുക്ർ ചെയ്യേണ്ടതുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ, ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് പ്രയാസമാണ്, പ്രയാസത്തിന്മേൽ പ്രയാസമാണ്, രോഗം നൽകി വീണ്ടും രോഗമാണ്, വീട്ടിൽ രോഗങ്ങൾക്കൂടെ അലമാലകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത രോഗമാണ്, പ്രയാസങ്ങളാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്. ആ സമയത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? അയാൾ സ്വബറ, അയാൾ അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുകയും ചെയ്താൽ അത് അയാൾക്ക് നന്മയായി മാറുമെന്ന് റസൂൽ പഠിപ്പിച്ചു. ഞാൻ ഓതിയ വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്ത് അംബിയായിലെ 35-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത് അത് തന്നെയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പരീക്ഷണങ്ങളില്ലായെങ്കിലും, ഇവിടെ ധാരാളിത്തത്തോടുകൂടി ജീവിച്ച ആളുകളും വളരെ പട്ടിണിപ്പാവങ്ങളായി ജീവിച്ച ആളുകളാണെങ്കിലും ആര് തന്നെയാണ് എങ്കിലും വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും ഈ ദുനിയാവിൽ നിന്ന് മരണം ആസ്വദിക്കുകയും അനുഭവിക്കുക തന്നെ ചെയ്യും. സംശയമില്ല. ഇവിടത്തെ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, കോടീശ്വരന് അപ്പുറമുള്ള ആളാണെങ്കിലും, എത്ര വലിയ രോഗികളെ ചികിത്സിക്കുന്ന അതിവിദഗ്ധനായ ഡോക്ടറാണെങ്കിലും ഈ ലോകത്ത് മരിക്കുക തന്നെ ചെയ്യും. രോഗിയാണെങ്കിലും മരിക്കും, എല്ലാവരും മരിക്കും. എന്നിട്ട് അല്ലാഹ് പറയുന്നു, നിങ്ങളെ ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. ശർറ് കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, ഖൈറ് കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. ഫിത്നതൻ വ ഇലൈനാ തുർജഊൻ, നമ്മളിലേക്ക് തന്നെയാണ് അവന്റെ മടക്കം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, അള്ളാഹ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ട് രൂപത്തിലുള്ള പരീക്ഷണമാണ്. ഒന്ന്, ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവനും നൽകി അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു. അതെങ്ങനെ പരീക്ഷണം? പലപ്പോഴും നമ്മൾ പരീക്ഷണം മനസ്സിലാക്കൽ എങ്ങനെ? ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് പറയും, അള്ളാഹു വല്ലാത്ത പരീക്ഷണമാണ് ഓണ് നൽകിയത് എന്നായി. അല്ലെങ്കിൽ വലിയ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ എന്തോ ദുരന്തം അയാളുടെ വീട്ടിൽ നടന്നു, അപ്പോൾ നമ്മൾ പറയും വല്ലാത്ത പരീക്ഷണമാണ്. പക്ഷെ ധാരാളം മുതൽ നൽകിയ ഒരു മനുഷ്യൻ, ധാരാളം സമ്പത്ത് നൽകിയ ഒരു മനുഷ്യൻ, ധാരാളം സുഖസൗകര്യങ്ങൾ നൽകിയിരിക്കുന്ന മനുഷ്യൻ, നല്ല നല്ല വീടുകൾ നൽകിയിരിക്കുന്ന മനുഷ്യൻ, നല്ല വാഹനങ്ങൾ നൽകിയിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ആരും പറയാറില്ല അള്ളാഹുവിന്റെ പരീക്ഷണമാവുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് ചില തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹ് പറയുന്നത് എന്താ? നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. ഇതേ ആശയം കിട്ടുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിലെ 168-ാമത്തെ വചനത്തിൽ അള്ളാഹ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വബലൗനാഹും ബിൽ ഹസനാതി വസ്സിയ്യാത് ലഅല്ലഹും യർജിഊൻ. വബലൗനാഹും, അവരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിൽ ഹസനാത്, നന്മകൾ കൊണ്ട് പരീക്ഷിക്കും. ധാരാളം പൈസ കൊടുത്തിട്ടുണ്ടാവും ഒരാൾക്ക്, ഇഷ്ടംമാതിരി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ഇഷ്ടംമാതിരി സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ മുതല്
അയാളുടെ ആ സമ്പത്ത് ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്കും പ്രയാസപ്പെടുന്ന ആളുകൾക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവകാരുണ്യ സംരംഭത്തിനും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനവുമായി, പള്ളിയുമായി ബന്ധപ്പെട്ട, മദ്രസയുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ നോക്കണം. അതാണ് നല്ലവരെ ധാരാളം നൽകിയ ആളുകളെ കൊണ്ടുള്ള പരീക്ഷണം. ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, തിന്മകളെ കൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കും, ലഅല്ലഹും യർജൂൻ, അവർ മടങ്ങുന്നവരായിരിക്കും. ഇത് അള്ളാഹുവിന്റെ പ്രവാചകരും ഈമാൻ കാര്യത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. നന്മയും തിന്മയും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈമാൻ കാര്യങ്ങൾ 6 അതിൽ 6ാമത്തേതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അൻ തുമിന ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. അതുപോലെ തന്നെ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അള്ളാഹുവിന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും വല്യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വ തുമിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. കണ്ടോ, 6ാമത്തേതായി അല്ലാഹ് എന്റെ റസൂൽ എണ്ണിയിരിക്കുന്നത് എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൽ ഈമാൻ, എന്താണ് ഈമാൻ മുഹമ്മദേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. 6ാമത്തെ കാര്യം പറഞ്ഞത് എന്താ? ഖൈറും ശർറും, ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന നന്മയും തിന്മയും അയാളുടെ സന്തോഷവും ദുഃഖവും എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് വല്ലാത്തൊരു ആത്മബലം നൽകുന്ന ഒരു വിശ്വാസമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതായിരിക്കും, അള്ളാഹുവിന്റെ നിശ്ചയമായിരിക്കും. ആ നിശ്ചയത്തിൽ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് തവക്കലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോട് ജീവിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരുന്നത്. ഈ ഷർറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒന്ന്, പല കാര്യങ്ങളുണ്ട്, അതിൽ രോഗം എന്ന് പറയുന്ന സംഗതി. അപ്പൊ നമുക്കറിയാം, ഇന്ന് രോഗം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ രോഗിയാകുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, മാരകമായ രോഗങ്ങളാണെന്നറിയുന്നു, ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം ആശുപത്രികളിലും വീടകങ്ങളിലും തടയപ്പെട്ടിരിക്കുന്ന ചില സഹോദരന്മാരും സഹോദരികളും. രോഗം ഇന്ന് വളരെ ധാരാളമാണ്. രോഗമുണ്ടായാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? രോഗം ഒരു ഷർറാണ്, അള്ളാഹുവിന്റെ ഷർറായ ഒരു പരീക്ഷണമാണ് രോഗം എന്നുള്ളത്. ഇതാർക്കും വരാം, എപ്പോഴും വരാം, എങ്ങനെയും വരാം. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ. ഇങ്ങനെ ചുറുചുറുക്കോടുകൂടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ചില വിഷമങ്ങൾ വരുന്നു, ടെസ്റ്റ് നടത്തുന്നു, പറയുന്നു നീ RCCയിലേക്കാണ് പോകേണ്ടത്, നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ ആ ഡയാലിസിസിലാണ് പോകേണ്ടത്. ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഇതിന് കൃത്യമായി വിശദീകരിച്ചു. രോഗം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ചികിത്സിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ദൈവം തന്ന രോഗമാണെങ്കിൽ ദൈവം തന്നെ മാറ്റട്ടെ, അതിന് ചികിത്സിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ചില വിഭാഗം ആളുകളും നമ്മുടെ നാടുകളിൽ. ഇസ്ലാം അതിന് വിരുദ്ധമാണ്. പടച്ചവൻ തന്ന രോഗമാണെങ്കിലും അതിന് ചികിത്സിക്കേണ്ടുന്ന രൂപത്തിൽ ചികിത്സിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. അല്ലാണ്ട് റസൂൽ പറയാ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഫതദാവു, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം. ചില രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല, അത് ഇനി കണ്ടെത്താനുണ്ട്. പണ്ട് കുറെ രോഗങ്ങൾക്ക് മരുന്നില്ലായിരുന്നു, ഇപ്പൊ അതിന്റെ മരുന്നുകൾ കണ്ടെത്തി. അതുകൊണ്ട് റസൂൽ പറഞ്ഞു എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. വലാ തദാവു ബിഹറാം, എന്നാൽ ഹറാമായ കാര്യം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാ. പിന്നെ ചികിത്സയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹുവിനോട് ഏത് ചികിത്സയും നമുക്ക് നടത്താം. ഏത് ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ? ചിലർക്ക് അലോപ്പതി ആണെങ്കിൽ അത് നടത്താം, ആയുർവേദിക് ആണെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ഹോമിയോ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രകൃതി ചികിത്സയാണെങ്കിൽ ഏത് അനുവദനീയമായ ചികിത്സകളൊക്കെ നടത്തി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതാണ് ചെയ്യേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വാചകമായി ഖുർആൻ പറയുന്നത് സൂറത്ത് 26-ാമത്തെ അധ്യായം 80-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുകയാണ്. വൈദാ മരീതു ഫവയശ്വി. ഇബ്രാഹിം നബി പറയാം, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്നെ ശിഫയാക്കുന്നവൻ അള്ളയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ കഴിക്കുന്ന മരുന്നല്ല നമ്മളെ ശിഫയാക്കുന്നത്, അത് അതിന്റെ ഒരു സഹായകമായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രോഗം ശിഫയാക്കുന്നവൻ അള്ളയാണ്. അതുകൊണ്ടാണ് എല്ലാ മരുന്ന് കഴിച്ചാലും നമ്മൾ രോഗം സുഖമാകാത്തത്.
അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നതിനോട് കൂടെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, നീ ഇതായാളുടെ പ്രയാസം നീക്കിക്കളയണം, നീയാണ് രോഗം ശിഫയാക്കുന്നവൻ, നീ ഈ രോഗം ശിഫപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം മരുന്ന് കഴിക്കുന്നതിനോട് കൂടി. ഇതാണ് സാധാരണ രീതിയിൽ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്? ഇപ്പൊ ഭൗതികമായി അതിനെക്കുറിച്ച് പല വീക്ഷണങ്ങളുമുണ്ട്. എന്തുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ രോഗാണുക്കൾ വരുന്നു? പണ്ട് കാലഘട്ടങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ രോഗങ്ങളാണ്. നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിനേക്കാൾ കൂടുതൽ ആശുപത്രികളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ ഉള്ളത്. ഇത് എന്തുകൊണ്ട്? ഇതിന് പല കാരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഇടപെടലുകളാണ്. നമ്മുടെ ശരീരത്തിൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പലതിൻ്റെയും ഇടപെടലുകൾ കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, പുറമേയുള്ള ഈച്ച, അതുപോലെ തന്നെ കൊതുക്, എലി, ഇതുപോലുള്ള നമ്മൾ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാൻ പറ്റുന്ന ഇതുപോലുള്ള ജീവജാലങ്ങൾ രോഗങ്ങൾ ഉണ്ടാകും, രോഗഹേതുക്കളാവും. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വൈറസുകൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ, അതിസൂക്ഷ്മമായ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി കാണുന്ന ഇത്തരം ജീവജാലങ്ങളെ കൊണ്ടും ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും. ഇത് നമുക്കറിയാവുന്ന സംഗതിയാണ്. പിന്നെ ചില ആളുകൾ സൂചിപ്പിക്കുന്നത്, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഭക്ഷണശീലങ്ങളാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ അമിത ആഹാരവും അഹിതമായ ആഹാരവും കൃത്യമായി മനസ്സിലാക്കുക. പലപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. അഹിതമായ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങൾ. സംഗതി ഹലാലായിരിക്കും, പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് ഗുണകരമാവുകയില്ല. അതിൽ ഭക്ഷണത്തിൽ ചേർക്കാൻ പറ്റാത്ത വസ്തുക്കൾ ചേർക്കുന്ന ഭക്ഷണം അഹിതമായ ആഹാരമാണ്. ഇത് രോഗത്തിന് കാരണമാവും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ അമിതമായ ആഹാരം, അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്? ഏത് വയറിന്റെ 1/3 ഭക്ഷണം കഴിക്കാവൂ എന്നൊക്കെ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കാനുള്ള കാരണം എന്താ? പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ്. ഇതൊക്കെ രോഗത്തിന്റെ ഭൗതികമായിട്ടുള്ള കാരണങ്ങളാണ്. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി, പിന്നെ വൃത്തിയായി നടക്കുക, അതൊക്കെ റസൂലുള്ളാഹി ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചതാ. വൃത്തി വേണം. ഈമാനിന്റെ പകുതിയായി ഇസ്ലാം എണ്ണാനുള്ള കാരണം എന്താ? രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പല സന്ദർഭങ്ങളിലും എടുത്തതായി അതിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഞാൻ സൂചിപ്പിച്ച ഭൗതികമായ ചില കാരണങ്ങളാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി, പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, ഏറെക്കുറെ പോയിരുന്ന ഒരു അന്ധവിശ്വാസം നമ്മുടെ നാടുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. എന്താ? രോഗമുണ്ടാക്കുന്നത് പിശാചാണ്, പിശാച് മനുഷ്യന് രോഗമുണ്ടാക്കും എന്നതായ ഒരു ധാരണ. അത് മൃഗങ്ങളിൽ രോഗമുണ്ടാക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ചില ഏരിയകളിലൊക്കെ, ചില കുന്നിൻ പ്രദേശങ്ങളിൽ പോയി ഈ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കുരുപ്പ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്നത്തെ ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്ന എന്താണ്? മലമുകളിൽ കയറി കൂട്ടപാമ്പ് കൊടുത്താൽ മതിന. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടപാമ്പ് കൊടുക്കുക. കൂട്ടപാമ്പ് കൊടുത്താൽ എന്താ? ഈ കുരുപ്പ് രോഗം മാറും, പിശാചുണ്ടാക്കുന്ന രോഗം മാറും. അങ്ങനെ രസികനായ ഒരാളോട് ഇതിന് കലക്ഷൻ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, നിങ്ങള് മലമുകളിൽ പോയി ഈ കൂട്ടപാമ്പ് കൊടുത്താൽ മലമുകളിലുള്ള പിശാചൊക്കെ പാടെ ഇങ്ങോട്ട് അങ്ങാടി എന്റെ വീട്ടിൽ താഴത്ത് കരഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് കൂട്ടപാമ്പ് കൊടുത്താൽ മുകളിലേക്ക് കയറിപ്പോയിക്കോളും. ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പിശാച് രോഗമുണ്ടാക്കുന്നു, അത് മൃഗങ്ങളിൽ മാത്രമല്ല മനുഷ്യനിലും ഉണ്ടാക്കുന്നു എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. കൃത്യമായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. രോഗം എന്ന് പറഞ്ഞാൽ ലാ അദ്വ വലാ സഫറ വലാ ഹാമ, പിശാച് കാരണത്താൽ രോഗമുണ്ടാവുകയില്ല. ഇതിനേക്കാൾ എങ്ങനെ റസൂൽ വിശദീകരിക്കുക? ലാ അദ്വ, ഈ പിശാച് കാരണത്താൽ രോഗപകർച്ച ഉണ്ടാവുകയില്ല. പിശാചിന്റെ പണി അതല്ല. വലാ സഫറ, സഫർ വാശം,
ശരിയല്ല എന്നൊരു വിശ്വാസം അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ഹാമ, കുറ്റിച്ചൂളാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം പക്ഷി, അത് മൂളിയാൽ അത് അപശകുനമാണ്, ആ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ മരണം സംഭവിക്കുമെന്നുള്ള അന്ധവിശ്വാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടങ്ങളിൽ എതിർത്തു. ഈ അന്ധവിശ്വാസം ശരിയല്ല. പിശാച് കാരണത്താൽ രോഗമുണ്ടാവുകയില്ല. പിശാച് പിന്നെ എന്താ ചെയ്യാ? പിശാച് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിശാച് മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രവാദം നടത്തും, ദുർബോധനം നടത്തും. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്ന പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താ? കൃത്യമായി ഖുർആൻ സൂചിപ്പിക്കുന്നു, ഫബസ്വസ ഇലൈഹി ശൈത്താൻ, പിശാച് അദ്ദേഹത്തിന് വസ്വസ എന്താണ്? ഈ ദുർബോധനം നടത്തി, മനസ്സിൽ തോന്നലുണ്ടാക്കി. വസ്വസ എന്ന് പറഞ്ഞാൽ വസ്വാസ് ഉണ്ടാക്കി. ഖാല യാ ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞു, ആദമേ ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി, ശാശ്വതമായ ഒരു വൃക്ഷത്തെ കുറിച്ച് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ? വമുൽകിൻ ലാ യബ്ല, സൂറത്ത് ത്വാഹ 120 ആയത്ത്. നശിച്ചു പോകാത്ത ആധിപത്യത്തെയും അഥവാ ഈ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഈ ഒരവസ്ഥയെ കുറിച്ച്, ആ ഒരു കായ്ക്കനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് വസ്വസ മനസ്സിൽ തോന്നലുണ്ടാക്കി. ഇന്ന മരത്തിന്റെ ആ കായ്ഫലം ഭക്ഷിച്ചാൽ താങ്കൾക്ക് താങ്കളുടെ ഭാര്യക്കും കാലാകാലം കൂടെ സ്വർഗത്തിൽ താമസിക്കാം. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കിയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് അഅറാഫിലെ 20 വചനം. അവിടെയും ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഫബസ്വസ അല്ലഹുമ ശൈത്താൻ, അവരെ രണ്ടാളെയും ഖുർആൻ പിശാച് രണ്ടാളെയും അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, ദുർമന്ത്രവാദം നടത്തി. അവരുടെ മനസ്സുകളിൽ എവിടെയാണ് ദുർമന്ത്രവാദം നടത്തുന്നത്? ഖുർആൻ കൃത്യമായി പറയാം, ലിയുദ്ദിലഹുമാ, അവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി. അവിടെയും ഖുർആൻ ഉപയോഗിച്ചിരുന്ന പദം എന്താ? ഫബസ്വസ, വസ്വസ. ഇത് നമുക്കൊക്കെ അറിയാവുന്ന വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ സൂറയുണ്ടല്ലോ, സൂറത്തുൻ നാസ്. അതിൽ കൃത്യമായി പറയാണ് എവിടെയാണ് വസ്വാസ് നടത്തുന്നത്. ല്ലേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, പറഞ്ഞു കൊടുക്ക നബിയേ, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ ഇതാ രക്ഷ തേടുന്നു. മലിക്കിന്നാസ്, ല്ലേ, ജനങ്ങളുടെ രാജാധിപനായ അല്ലാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ അല്ലാഹുവിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. എന്നിട്ട് പറഞ്ഞതാ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഈ പിന്മാറിക്കളയുന്ന പിശാചിന്റെ ദുർമന്ത്രത്തിൽ നിന്നും. അവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? പിശാചിന്റെ ദുർമന്ത്രത്തിൽ നിന്ന്. എന്താ ഈ ദുർമന്ത്രം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു പണമുള്ള മനുഷ്യനാണെങ്കിൽ അയാളുടെ പണം ഒരു പാവപ്പെട്ടവന് ആവശ്യമുണ്ടെങ്കിൽ പിശാച് പറയും, എന്റെ പൈസക്ക് പണം കൊടുത്താ എന്റെ കുട്ടികളെ പിന്നെ ആരാ നോക്കണ്ടാകുക, എനിക്ക് വീടിന്റെ അവിടെ ഒന്ന് ശരിയാക്കണ്ടേ. അപ്പൊ ഇങ്ങനെ പിശാച് ഓനെങ്ങനെ മനസ്സിൽ മന്ത്രിപ്പിച്ചു കൊടുക്കും. അപ്പൊ തോന്നും അത് ശരിയാണല്ലോ. സുബൈ ജമാഅത്തിന് വേണ്ടി വരാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു മനുഷ്യനോട് പറയും, എന്തൊരു തണുപ്പാണ്, ഈ തണുപ്പത്ത് പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അവിടെ തന്നെ കിടക്കും. ഇതാണ് പിശാച് ചെയ്യുന്നത്. അല്ലാതെ പിശാച് സുബൈ നമസ്കാരത്തിന് പോകുന്ന ഒരാളെ അയാളുടെ ശരീരത്തിൽ കയറി കൂട്ടിയിട്ട് അയാളെ ഉന്തി തള്ളിയൊന്നുമില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ ദുർബോധനം നടത്തും. അത് വേണ്ട, ഇത് വേണ്ട. എല്ലാ നന്മകളിൽ നിന്നും തടയുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. എല്ലാ നന്മകളിൽ നിന്നും തടയാം. എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിലൊക്കെ അടുപ്പിച്ചു വരിക, അവരെ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് എല്ലാവിധ ശ്രമവും പിശാചിൽ നടത്തും. ഖുർആൻ പറഞ്ഞു, ഇന്നത്തെ അതും മുബീൻ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഈ വ്യക്തമായ ശത്രു പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും ഓരോ കാര്യങ്ങൾക്കും. ഇപ്പൊ പള്ളിപ്പണി നടക്കുകയാണ്, അപ്പൊ അതിക്കൊരു സംഖ്യ കൊടുക്കണം വിചാരിക്കുമ്പോ അത്ര വേണോ, അപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ നടക്കൂലേ? അപ്പൊ പിശാച് തോന്നിപ്പിക്കാണ്. ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങളും. ഇപ്പൊ നമ്മള് പാലിയേറ്റീവിന്റെ കലക്ഷൻ വരാൻ പോവുകയാണ്. കലക്ഷൻ വരുമ്പോ അത്ര കൊടുക്കണം, അത്ര കൊടുത്താൽ എനിക്ക് ആശുപത്രിക്ക് പോകാൻ പൈസ ഉണ്ടാവുമോ, എനിക്ക് ഇറച്ചി വാങ്ങാൻ പൈസ ഉണ്ടാവുമോ? ഇങ്ങനെ ഓരോ കാര്യങ്ങളെ തോന്നിപ്പിക്കുമ്പോ എന്താവും? അപ്പൊ പിശാചിന്റെ ആ ദുർബോധനം നമ്മുടെ മനസ്സിൽ വരും. മനസ്സിലാണ് ഈ ദുർബോധനം വരുന്നത്, നമ്മുടെ മനസ്സിലാണ് ദുർബോധനം. ഇതാണ് പിശാചിന്റെ പണി. ഇത് കൃത്യമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ കൃത്യമായി പിശാച് പറയുന്നു. നേരപ്പുറമാണ് സൂറത്ത് ഇബ്രാഹിമിലെ കൃത്യമായി സൂറത്ത് ഇബ്രാഹിമിലെ 22 വചനത്തിൽ അല്ലാഹ് പിശാചിന്റെ വാചകമായി പറയാം, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. പിശാചിന്റെ വാചകമായി പറയാം,
വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളിൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. മനുഷ്യർക്ക് പറയാം നാളെ പരലോകത്ത് നിങ്ങളിൽ യാതൊരു സ്വാധീനവും എനിക്കില്ല, ഒരു സ്വാധീനവും നിങ്ങളിലില്ല. നമ്മളെ രോഗം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ കയറി കൂടി നമ്മളെ തട്ടിമറിച്ചിടും കൊല്ലും എന്നുള്ള അങ്ങനെ ഒരു അധികാരവും എനിക്കില്ല. ഇല്ല അൻതഔതുക്കും. പിന്നെ എന്താ പിശാചിന്റെ അധികാരം? പിശാചിന്റെ അധികാരം പിശാച് എന്താ പറയാണ്? ഇല്ല അൻതഔതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്ന് മാത്രം. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. എന്ത് ക്ഷണിച്ചു? തിന്മയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നന്മയിൽ നിന്ന് ഞാൻ നിങ്ങളെ തടുത്തു നിർത്തി. ഞാൻ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും നല്ല കാര്യത്തിലേക്ക് വരുമ്പോ നല്ല കാര്യത്തിലേക്കും പിശാച് പറയും എന്തിനാ ഇപ്പൊ പോണേ, എത്ര ആളുകൾ ഇപ്പൊ പോകാത്തവരുണ്ട്, ഇജ്ജ് മാത്രം എന്തിനാ അങ്ങനെ ജമാഅത്തിന് ഇങ്ങനെ ധൃതി കൂട്ടു വേണ്ടി ആവശ്യമുണ്ടാ, എനിക്ക് പരിയിൽ തന്നെ സ്കെച്ചാ പോലെ ഇങ്ങനെയാണ് പറയാ. അവിടെ പള്ളിയിൽ എത്ര ഉണ്ടാവും? ഒരു സ്വപ്നം കൂടി ആളുണ്ടാവില്ല. അപ്പൊ പിശാച് ഇങ്ങനെ ഓരോന്ന് നമ്മളെ മന്ത്രിക്കും. അതാ പറയാ ഇല്ല അൻതഔതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നതല്ലാതെ. അല്ലാതെ പിശാച് ഒരിക്കലും മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി നമുക്ക് അപകടം ഉണ്ടാക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തിലും വ്യക്തമായി അല്ല പറഞ്ഞിട്ടില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും കൃത്യമായി പിശാച് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി ആപത്തുണ്ടാക്കും പറഞ്ഞില്ല. കൃത്യമായിട്ട് ബോധ്യത്തോടുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. എന്നോട് പറയാണ് ഫസ്തജബ്തുലി, അങ്ങനെ ഞാൻ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചു, തിന്മയിലേക്ക് ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഇതാണ് പിശാച് ചെയ്തത്. ഇതന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാതെ ശരീരത്തിൽ പിശാച് കൂടി രോഗങ്ങൾ ഉണ്ടാക്കും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അങ്ങനെ ഒന്നുമില്ല. കൃത്യമായിട്ട്. കാരണം എന്താ? അങ്ങനെ ഒന്നും ഉണ്ടാവുമായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ കാണാത്ത പിശാചിനെ ഒരിക്കലും മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല, ഒരു മനുഷ്യനും കാണാൻ പറ്റില്ല. ഇത് ഖുർആൻ കൃത്യമായി പറഞ്ഞ സൂറത്ത് ആറാഫിലെ 27-ാമത്തെ വചനം. കാണാത്ത ഒരു ജീവിയെ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള സൗകര്യം പഠിച്ച് നമ്മൾ നൽകിയിട്ടുണ്ട്. പ്രവാചകനോട് കൂടി വഹി നിന്നു. ഇനി വഹി ലഭിക്കാതെ ഈ വന്നിരിക്കുന്നത് ഇന്നാളാണ് എന്ന് പറയാൻ ലോകത്തൊരു മനുഷ്യനും സാധിക്കൂല. ഇത് പിശാചാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കൂല. നിങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് മുമ്പുണ്ടായിരുന്ന ഈ കരണ്ട് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താ? കരണ്ട് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരുപാട് കഥകൾ കേട്ടിരിക്കുന്ന ഒരു കഥകളല്ല. നമ്മുടെ സ്ത്രീകളും സഹോദരിമാരൊക്കെ അതൊരു വിശ്വാസത്തിലെടുത്തിരുന്നു. രണ്ട് പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതാലിമ്യങ്ങൾ അവര് രാത്രി ഭക്ഷണത്തിന് വേണ്ടി പോവാണ് വീട്ടിൽ. വ്യത്യസ്ത വീടുകളിലായിരിക്കല്ലോ. ആ പോണ സമയത്താണ് ഒരു സഹോദരൻ, ഒരു മുതാലിമ്, ഒരു വെളുത്ത കുപ്പായമിട്ട വെളുത്ത തലയിൽ കെട്ടിയ ഒരാളെ കണ്ടു. സലാം പറഞ്ഞു. പിന്നെ അയാളെ കാണുന്നില്ല. ആളുകൾ പിന്നെന്താ, ആ കുട്ടി പള്ളിയിൽ ഒരു ഭക്തനായി അവിടെ ആരോടും ഉണ്ടാതെ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു വെച്ചെന്താ, ഒരു ഇസ്ലാമിന് കയറിയതാണ്. ഇങ്ങനത്തെ എത്ര കഥകൾ നമ്മൾ കേട്ടതാണ്. ഇസ്ലാം നിന്ന് കയറിയതാണ്. ഒടിയന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെറും കഥകളായിക്കൊണ്ടെന്ന അല്ലായിരുന്നു അന്ന് ആളുകൾക്ക് പ്രചരിപ്പിച്ചിരുന്നത്. അത് യഥാർത്ഥത്തിലുള്ളതാണ് എന്നതിനേക്കാൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്, ഒരു മനുഷ്യൻ ഇന്നഹു യറാക്കും, അല്ല പറയാണ് ഇന്നഹു യറാക്കും വ ഖബീലുഹു, തീർച്ചയായും പിശാചും പിശാചിന്റെ കൂട്ടാളികളും നിങ്ങളെ കാണും. പിശാചിനെ നമ്മളെ കാണാൻ പറ്റും, പിശാചിന്റെ കൂട്ടാളികൾക്ക് നമ്മളെ കാണാൻ പറ്റും. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പിശാചിനെ കണ്ടു, ശൈത്താനെ കണ്ടു, ഇസ്ലാമിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പർ കളവാണ്. എന്ത് കാരണം? വിശുദ്ധ ഖുർആനിന്റെ നെസ്സാണ്. മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല. മനുഷ്യന്മാരെ അങ്ങനെ ശരീരത്തിന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് ഉപദ്രവിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി മനസ്സിലാക്കി അതൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് പോയ വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ നിർഭയത്വം പോകും. നമ്മുടെ നിർഭയത്വം പോകും. ഈമാനിൽ നിന്ന് വന്ന പദമാണ് ഈ അമ്ന് എന്നുള്ളത്. നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമുക്കൊരു പനി വന്നു, എന്താ കാരണം? സാധാരണ നമുക്ക് പനി വന്നാൽ ലാബിൽ പോയി പരിശോധിക്കാം. ഇവിടുത്തെ ലാബ് സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാം. പക്ഷെ ഇത് ഇന്ന കാരണത്താലാണ് രോഗം എന്നുള്ളത് ആളുകൾ ജൽപ്പിച്ചുകൊണ്ട് പറയാൻ എന്ത് അർത്ഥമാണുള്ള സഹോദരന്മാരെ? അതുകൊണ്ട് വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ് എന്ന് കൃത്യമായ അവബോധം നമ്മളിൽ ഉണ്ടാകുക. യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.